എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും വന്ദനം. കൊട്ടാരക്കരയിലെ അപ്പോസ്തലനായ ടിനു ജോർജ് നടത്തിയ ചില പ്രസംഗങ്ങളുടെയും സംഭാഷണങ്ങളുടെയും പരാമർശങ്ങൾ ഇന്ന് കേരള ക്രൈസ്തവ ലോകത്ത് ഒരു ചർച്ചാ വിഷയമായിരിക്കുകയാണ്. അതിൽ 2-3 ഭാഗങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം സാമ്പത്തിക പിരിവിന് വേണ്ടി നടത്തുന്ന ഒരു സംസാരവും അതിനോട് ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു ശാപവചനവുമാണ്. മറ്റൊന്ന്, നോർത്ത് ഇന്ത്യൻ സുവിശേഷ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായിരിക്കുന്ന PG വർഗീസ്, അദ്ദേഹത്തിന്റെ സഭയിലാണെന്നാണ് എൻ്റെ ചിന്ത, നടത്തുന്ന ഒരു പിരിവിന്റെ ശ്രമമാണ്. മറ്റൊരെണ്ണം, ദൈവം നേരിട്ട് ടിനുവിന്റെ പ്രാർത്ഥനാ മുറിയിലേക്ക് വന്ന് അദ്ദേഹത്തോട് പറയുന്ന ചില വർത്തമാനങ്ങളുടെ റെക്കോർഡിംഗ് ആണ്. പിന്നെയും കുറേയുണ്ട്. അദ്ദേഹം ബെന്നിഹീനിന്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നതും മറ്റേതോ ഒരു നീഗ്രോയുടെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നതുമായ കുറെ വീഡിയോസ്, ഇവകളൊക്കെ ഇപ്പൊ ഇങ്ങനെ പ്രചരിച്ചു കൊണ്ടേയിരിക്കുന്നു. മാത്രവുമല്ല, ഈ വിഷയങ്ങൾ പുറത്തേക്ക് വന്നപ്പോൾ അദ്ദേഹത്തോട് വിദ്വേഷവും മനപ്രയാസവും ഒക്കെയുള്ള ആൾക്കാർ ഓരോരുത്തരായിട്ട് ഇറങ്ങി മഞ്ഞപ്പത്രക്കാർക്ക് അവരുടെ ശബ്ദരേഖ കൊടുക്കുകയും ചെയ്യുന്നു. ഏതായാലും ഈ പ്രശ്നം ഒരു 10-15 ദിവസത്തേക്ക് ഇങ്ങനെ ആളി നിൽക്കുമെന്ന കാര്യത്തിന് സംശയമൊന്നും വേണ്ട. ഞാനിത് മാക്സിമം ഒഴിവാക്കാൻ ശ്രമിച്ച ഒരു വിഷയമാണ്. പക്ഷെ ആൾക്കാരിങ്ങനെ ഒരുപാട് പേര് ഈ വീഡിയോസ് എനിക്ക് നിരന്തരമായിട്ട് ഇട്ട് തരികയും അതിനോടനുബന്ധിച്ച് ചില കാര്യങ്ങൾ പറയണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ നിർബന്ധത്തിൻ പ്രകാരമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടുന്ന കുറെ അധികം കാര്യങ്ങളുണ്ട്. നമ്മൾ ഒരു കാര്യം കേട്ടാൽ ഉടനെ അയാൾ ഏതു വർഗത്തിൽപ്പെട്ടതാണ് എന്ന് നോക്കിയിട്ട് ആ വർഗത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്നത് ഉചിതമായ ഒരു നടപടിയല്ല. എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ മഞ്ഞപ്പത്രക്കാരൻ പുറത്തുവിട്ടിരിക്കുന്നത് കണ്ടു. അതിലിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സ്ത്രീ വന്നിട്ട് പറയുകയാണ്, അയാള് ഒരുപാട് ആൾക്കാരെ കൺവേർട്ട് ചെയ്ത് കൊണ്ടുപോവുകയാണ്. കൂടുതലും ഹൈന്ദവരിൽ നിന്ന് കൺവേർട്ട് ആയവരാണ്, പിന്നീട് ഓർത്തഡോക്സിൽ നിന്ന് ആരെയൊക്കെയോ പിടിച്ചു കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞൊരു സ്ത്രീ സംസാരിക്കുകയാണ്. അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ ആ സ്ത്രീയുടെ മനോഭാവം വ്യക്തമാണ്. SC/ST-ക്കാരാണ് അധികം പേരും വരുന്നത്. അവരോടുള്ള അവരുടെ മനോഭാവം വളരെ മോശമാണ്. അതുകൊണ്ട് ആ സ്ത്രീയൊന്നും ഒരു സുബോധമുള്ള സ്ത്രീ അല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഓരോ കുടുംബങ്ങൾക്ക് 2000 രൂപ കൊടുത്തിട്ടാണ് അവിടെ ആൾക്കാർ വരുന്നതെന്നൊക്കെ ഉള്ളത് വ്യാജ പ്രചരണമാണ്. അങ്ങനെയൊന്നും ഒരിക്കലും ആരും കൊടുക്കില്ല. അതൊക്കെ വെറുതെ തോന്നുന്നതാണ്. പിന്നെ ഒരല്പം സാമ്പത്തികമായി തകർച്ചയിൽ നിൽക്കുന്നവരും ആവശ്യങ്ങളുടെ മധ്യ നിൽക്കുന്നവരുമായ ജനം ഇവിടെ വന്ന് ആരാധിക്കുകയും ഇദ്ദേഹത്തിൽ നിന്ന് അനുഗ്രഹമൊക്കെ മേടിക്കുകയൊക്കെ ചെയ്താൽ ഏതാണ്ട് നന്മ ഉണ്ടാകുമെന്ന് തെറ്റിദ്ധരിക്കുന്നത് കൊണ്ട് അവരുടെ ആരാധനയും അവരുടെ ആ ആരാധനയോടുള്ള മനോഭാവമൊക്കെ ഒരല്പം കൂടുതലായിരിക്കും. അതുകൊണ്ട് അവർക്ക് മൊത്തം പൈസ കൊടുത്ത് നിർത്തിയിരിക്കുന്നതാണ് എന്നതൊക്കെ വ്യാജ പ്രചരണങ്ങളാണ്. അവകളൊന്നും ശരിയായിട്ടുള്ളതല്ല. ഈ പറഞ്ഞ സ്ത്രീയും കുറെ ദിവസം അവിടെ പോയി എന്നവര് അവകാശം പറയുന്നുണ്ട്. അപ്പൊ പോയിട്ട് അവർക്ക് അങ്ങോട്ട് പിടിക്കാതെ പോയതിന് എന്തെങ്കിലുമൊക്കെ കാരണവും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതവിടെ കിടക്കട്ടെ, ഞാൻ ആ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. രണ്ടാമതൊരു മൂപ്പര് സംസാരിക്കുന്നത് കേട്ടു. അയാളുടെ കുടുംബത്തിൽ ഏതെങ്കിലും കുടുംബത്തിൽ ഒരു പെന്തക്കോസുകാരനുണ്ടെങ്കിൽ അതങ്ങ് നശിച്ചു പോകുമെന്ന് പറയുന്നത് കേട്ടു. അയാളുടെ കുടുംബത്തിൽ ഏതെങ്കിലും പെന്തക്കോസുകാരൻ പ്രശ്നക്കാരൻ ഉണ്ടായിരുന്നിരിക്കാം, നമുക്കറിയില്ല. പെന്തക്കോസുകാരങ്ങനെ പ്രശ്നമുള്ള ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് ലോകത്തിൽ കംപ്ലീറ്റ് പെന്തക്കോസുകാരാണ് പ്രശ്നമെന്നും ഓർത്തഡോക്സുകാരും മർത്തോമക്കാരും ഒക്കെ നല്ല ആൾക്കാരാണ് എന്നൊന്നും തെറ്റിദ്ധരിക്കേണ്ട. കഴിഞ്ഞ ദിവസം ഞാനൊരു കൗൺസിലിംഗ് കേസ് കൈകാര്യം ചെയ്യുമ്പോൾ ഞാൻ അതിൽ മനസ്സിലാക്കിയത് ഒരു CSI ഫാമിലിയാണ്. വെറും മോശമായിട്ടാണ് വീട്ടിൽ ഇടപെടുന്നത്. ഓർത്തഡോക്സുകാരെ നമുക്കറിയാം. ഓർത്തഡോക്സ് യാക്കോബക്കാരൊക്കെ ശവം അടക്കാൻ സമ്മതിക്കാതെ റോഡിൽ വെച്ച് അച്ഛന്മാരടക്കം അടിയും ബഹളവും ഉണ്ടാക്കിയതൊക്കെ നമ്മൾ കണ്ടതാണ്. കത്തോലിക്കക്കാരെയും നമുക്കറിയാം. ഇത് ആ ഭാഗത്തേക്ക് എങ്ങും നമുക്ക് തൽക്കാലം പോകണ്ട, പോയത് കൊണ്ട് വലിയ കാര്യമില്ല. അതുകൊണ്ട് പ്രശ്നമുള്ളത് എല്ലായിടത്തുമുണ്ട്. പെന്തക്കോസ്റ്റിനകത്താണ് പ്രശ്നം എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല എന്നത് മാത്രമേ ഞാൻ ഇപ്പൊ തൽക്കാലം പറയുന്നുള്ളൂ. ഞാനിപ്പോ കൗൺസിലിംഗ് ഫീൽഡിൽ നിൽക്കുന്നത് കൊണ്ട്
പല ആൾക്കാർ ഇസ്ലാമിൽ നിന്ന് അടക്കം ഞങ്ങളുടെ അടുക്കൽ കൗൺസിലിങ്ങിന് ആൾക്കാർ വരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഇത് എല്ലാ മേഖലയിലെയും പ്രശ്നം അറിയാം. അതുകൊണ്ട് അവിടെ എല്ലാം മുഴുവൻ പ്രശ്നമാണെന്ന് നമുക്ക് അടച്ചാക്ഷേപിക്കാനൊന്നും പറ്റത്തില്ല. പെന്തക്കോസ്റ്റിൽ പ്രശ്നക്കാരുണ്ട് എന്നതിന് സംശയമൊന്നുമില്ല, നിശ്ചയമായിട്ടും. അപ്പോൾ നമ്മുടെ വിഷയം ഇപ്പോൾ ഇതൊന്നുമല്ല. നമ്മുടെ വിഷയം അപ്പോസ്തലന്റെ ശാപവും അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ്. ഒന്നാമത്തെ കാര്യം, ഒരു ദൈവസഭ ഒരിടത്ത് ഉടലെടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ പുറകിൽ ദൈവത്തിന്റെ പദ്ധതി ഉണ്ട് എന്നതിന് സംശയം വേണ്ട. ടിനുവും ഓർത്തഡോക്സുകാരനായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നു. അദ്ദേഹത്തെ ദൈവം വിളിച്ചു. അദ്ദേഹം ഒരു ആരാധന ആരംഭിച്ചു. ആ ആരാധനയിൽ ആൾക്കാർ കൂടുതൽ വന്നു. അതിനിടയ്ക്ക് ജിമിക്സ് അദ്ദേഹം പ്രയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ദൈവം രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. ഞാൻ ഒരു ശുശ്രൂഷകനാണ്. ദീർഘനാളുകൾ കൊണ്ട് ഞാനൊരു കൺവെൻഷൻ പ്രസംഗകനാണ്. ഈ അത്ഭുതങ്ങളൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അത്ഭുതങ്ങൾ പ്രാർത്ഥനയിൽ നടക്കാറുണ്ട്. പക്ഷെ അവകളെ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് അപകടമായി മാറുന്നത്. ടിനു അങ്ങനെ പലതും മാർക്കറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു വീഡിയോ മാനിയ പുള്ളിക്കുണ്ടെന്ന് പറയുന്നതിൽ തെറ്റില്ല. കാരണം പുള്ളി അങ്ങനെയൊക്കെ കുറെ പരിപാടികൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ ചില ഭാഗങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അതൊന്നും എടുത്ത് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പൊ അവിടെയാണ് അതിന്റെ തെറ്റിന്റെ ആരംഭം. നമ്മൾ പോപ്പുലർ ആകാൻ നമ്മളായിട്ട് ശ്രമിക്കുമ്പോഴാണ് ഇതിന്റെ അപകടം ആരംഭിക്കുന്നത്. അദ്ദേഹത്തെ നിശ്ചയമായും ദൈവം വിളിച്ചത് തന്നെയാണ്. അദ്ദേഹത്തിലൂടെ അനേകം പേർ കൃപയിലേക്ക് വന്നിട്ടുണ്ട്, അതിനൊന്നും സംശയമില്ല. പക്ഷെ എവിടെയോ അദ്ദേഹം തന്നെ ചില പൊടിക്കൈകൾ നടത്തുവാൻ തുടങ്ങി പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി. അവിടെ അപകടം ആരംഭിച്ചു എന്നതില് സംശയം വേണ്ട. അങ്ങനെ അദ്ദേഹത്തിന്റെ പൊടിക്കൈകൾ പലയിടത്തും പാളിയിട്ടുണ്ട്. അദ്ദേഹം ബെന്നിഹിന്റെ അടുത്ത് നിന്ന് അഭിഷേകം മേടിക്കുന്നു, ഏതോ നീഗ്രോയുടെ അടുക്കൽ ചെന്ന് അഭിഷേകം മേടിക്കുന്നു, ഇങ്ങനെ പലയിടത്തും. അതൊക്കെ ഒരല്പം തെറ്റുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ അത്തരത്തിൽ പ്രസ്ഥാനം വളർത്താനും ഉത്തരവാദിത്വമില്ലാതെയൊക്കെ പെരുമാറുന്ന ഇടപാടുകൾ വരുമ്പോൾ പ്രശ്നം തന്നെയാണ്. ഗണേശനെ ചർച്ചിൽ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കാം, പക്ഷേ അത് ആത്മീക വളർച്ചയ്ക്ക് ഗുണം ചെയ്യില്ല. ഗണേശനെ കുറിച്ചുള്ള വാർത്തകൾ നമുക്കറിയാം, ഞാൻ അവിടേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ അദ്ദേഹത്തെ അവിടുത്തെ ഒരു മുഖപത്രമാക്കി നിർത്തിക്കൊണ്ട് സഭ കൊട്ടാരക്കര വളർത്താൻ ശ്രമിച്ചാൽ ഒരു ഭാഗത്ത് ആള് കയറുമെങ്കിലും അതിന്റെ ആത്മീക മൂല്യച്യുതി സംഭവിക്കുമെന്നത് അവിടെ സംഭവിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ പിന്നീടുള്ള പ്രതിഫലനങ്ങളാണ് നമ്മൾ അടുത്ത് കാണുന്നത്. ദൈവം ഒരു സഭ അവിടെ നടത്തുവാൻ അദ്ദേഹത്തെ ഏൽപ്പിച്ചുവെങ്കിൽ അത് ദൈവത്തിന്റെ പദ്ധതി പ്രകാരം നടത്തി അങ്ങ് പോയാൽ മതി. അതിനെ വളർത്തി വലുതാക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വിദേശത്ത് പല രാജ്യങ്ങളൊക്കെ യാത്ര ചെയ്തു വരുന്ന നമ്മളെപ്പോലുള്ള ആൾക്കാർ ഇതൊക്കെ കണ്ടുവരുമ്പോൾ, അവിടെയൊക്കെയുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ കണ്ടുവരുമ്പോൾ അതുപോലെ നമ്മുടെ ചർച്ച ആക്കാൻ ശ്രമിക്കുന്നത് പാപമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിന് ദൈവത്തിന് പദ്ധതി ഉണ്ടോ എന്ന് നോക്കണം. ദൈവമാണത് ചെയ്യുന്നതെങ്കിൽ അതിനുള്ള ഫണ്ടും കാര്യങ്ങളും എല്ലാം ദൈവം തന്നെ തരും. അതിനെക്കുറിച്ച് നമ്മൾ ബേജാറാകേണ്ടെന്ന് യാതൊരു കാര്യവുമില്ല. ഇവിടെ ഇദ്ദേഹത്തിന് സഭ വലുതാക്കണമെന്ന് തോന്നി. അദ്ദേഹം സഭ വലുതാക്കാൻ വേണ്ടിയിട്ടുള്ള ടാർഗറ്റ് ഇട്ടു. അപ്പോഴത്തേക്ക് എത്രയോ കോടി രൂപയാണ് അതിന് വേണ്ടി വരിക. അതിനുള്ള ധനസമാഹരമാണ് അദ്ദേഹം നടത്തുന്നത്. അപ്പോൾ അതിനുള്ള പരസ്യങ്ങൾ പറയുന്നതിന്റെ ഇടയ്ക്കാണ് അനന്യാസിനെ പറയുന്നു, സബീറെ പറയുന്നു, ആൾക്കാരെ ഒന്ന് പേടിപ്പിക്കുകയാണ്. ഇങ്ങനെ കൊടുത്തില്ലെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കും. ശരിയാണ്. അതിനുശേഷം അവർക്ക് മഹാഭയമുണ്ടായി എന്ന് പറയാൻ. അനന്യാസിന്റെ സബീറയുടെ കാര്യം കണ്ടിട്ട് മഹാഭയമുണ്ടായി. ഇവിടെ ഇപ്പൊ ഭയം ഉണ്ടാകാത്തത് കൊണ്ട് മൂപ്പര് ഭയപ്പെടുത്താൻ ശ്രമിച്ചതാണ് ഒരു ചെറിയ പരുവക്കേട് നമ്മൾ കണ്ടത്. ഇപ്പൊ പുള്ളി തന്നെ അവകാശപ്പെടുകയാണ് അവൻ അപ്പോസ്തൽ. ഇയാൾ ആരാണ് അപ്പോസ്തലനാക്കിയതെന്ന് എനിക്കറിയില്ല. അപ്പോസ്തൽ എന്ന് പറഞ്ഞാൽ ഐക്യപ്പെട്ടവൻ എന്നാണ്. അങ്ങനെയാണെങ്കിൽ കൊട്ടാരക്കര തന്നെ നിന്ന് ഇറങ്ങേണ്ട കാര്യമില്ല, ഐക്യപ്പെട്ട ഇടങ്ങളിലേക്ക് അങ്ങ് പോയാൽ മതി. ഇതിപ്പോൾ അപ്പോസ്തൽ എന്നതുകൊണ്ട് പുള്ളി ഉദ്ദേശിക്കുന്നത് അപ്പോൾ സ്ഥലത്തുള്ളത് എന്നുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നെ പ്രയാസപ്പെടുത്തിയ ചില കാര്യങ്ങളിൽ ഒന്ന്, ഞാൻ ഈ അടുത്ത ഇടയ്ക്ക് ഇദ്ദേഹത്തിന്റെ സഭയിലെ ഒരു വിവാഹത്തോടുള്ള ബന്ധത്തിൽ എനിക്ക് പോകേണ്ടതായി വന്നു. അപ്പോൾ അതിന്റെ എൻഗേജ്മെന്റ് നടത്തിയത് എന്റെ കെയർ ഓഫിലാണ്. അപ്പോൾ അത് നടത്തുമ്പോൾ തന്നെ അപ്പോസ്തലന്റെ ഡേറ്റ് ഉള്ള സമയം വേണമെന്ന് പറഞ്ഞ് അപ്പോസ്തലന്റെ ഡേറ്റ് നോക്കി ഇവര് ഡേറ്റ് കുറിച്ചു. അവസാനം വിവാഹത്തോടടുക്കുമ്പോൾ അപ്പോസ്തലൻ UK എങ്ങോട്ടോ മീറ്റിങ്ങിന് പോവുകയും അദ്ദേഹത്തിന്റെ അസോസിയേറ്റ് പാസ്റ്ററെ വെച്ച് വിവാഹം നടത്തുകയും ചെയ്തു. വിവാഹം നന്നായിട്ട് നടന്നു.
വളരെ മനോഹരമായിട്ട് അദ്ദേഹം ചെയ്തു, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഞാൻ ആ വീട്ടുകാരിൽ നിന്ന് വായിച്ചെടുത്തത് അപ്പോസ്തലൻ ഇല്ലാതെ പോയത് അവർക്ക് ഭയങ്കര പ്രയാസമായി. അപ്പോൾ അവർ അപ്പോസ്തലനെ കണ്ടിരിക്കുന്ന ഒരു ബഹുമാനമുണ്ട്. അദ്ദേഹത്തിന്റെ ചർച്ചിൽ രക്ഷിക്കപ്പെട്ട് അവിടെ സ്നാനപ്പെട്ട് അവിടെ ദൈവകൃപയിൽ നിൽക്കുന്ന അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുഞ്ഞിന്റെ വിവാഹം അപ്പോസ്തലൻ നടത്തണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അപ്പോൾ അദ്ദേഹം സ്ഥലത്തില്ലാതെ പോയി. അപ്പോൾ അപ്പോസ്തലൻ എന്ന് പറയുമ്പോൾ അപ്പോൾ സ്ഥലത്തുണ്ടാകേണ്ടതാണ്. ഇനി അമേരിക്കയിൽ മീറ്റിംഗ് വന്നാലും ഈ വിവാഹക്കാര്യത്തിന് ഇവിടെ നിൽക്കാതെ പോകാൻ പാടില്ല. സ്വന്തം മകളുടെ കാര്യമാണെങ്കിൽ നിൽക്കത്തില്ലേ? നിൽക്കും. അപ്പോൾ എനിക്ക് ആ ഒരു അദ്ദേഹത്തിന്റെ സമീപനം കണ്ടപ്പോഴേ എന്റെ മനസ്സിൽ നിന്ന് അദ്ദേഹത്തോടുള്ള ബഹുമാനം നഷ്ടപ്പെട്ടു. ഞങ്ങളൊക്കെ വിദേശ യാത്രകൾ ചെയ്യുന്നവരാണ്. പക്ഷേ ഒരു ചെറിയ കൺവെൻഷൻ ഇവിടെ നാട്ടിൽ ബുക്കിംഗ് ഉണ്ടെങ്കിൽ പോലും അതിന് കേടുവരുത്താതെ നമ്മൾ നാട്ടിലെത്തും. ഇതിവിടെ നേരത്തെ വിവാഹത്തിന് ഡേറ്റ് കുറിച്ചിരിക്കുന്നതാണ്. പിന്നെന്തിനാണ് ഇതിനാള് നിൽക്കാതെ മറ്റതിന് നിർബന്ധമായും പോകേണ്ടി വരുന്ന? അവിടെ ആരും പ്രസവിക്കാൻ നിൽക്കുന്നൊന്നുമില്ല. അതൊക്കെ പൈസയോടുള്ള അമിത താല്പര്യം കൊണ്ട് പായുന്നത് തന്നെയാണെന്നതിന് സംശയമേ വേണ്ട. അതിനൊന്നും ഒരു നീതീകരണവും പറയുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ കുഞ്ഞാടുകളോട് താല്പര്യമുള്ള അപ്പോസ്തലനാണെങ്കിൽ അവകൾ ആദ്യം നിർവഹിക്കും. ഇനി ആ കൊച്ചിന്റെ കല്യാണം പിന്നെ നടത്താൻ പറ്റില്ലല്ലോ. ആ വിവാഹത്തിന് ഇദ്ദേഹത്തിന്റെ സാന്നിധ്യം അവർ ആഗ്രഹിച്ചു, അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്ത് അതിന് വരാതെ പോയത് അദ്ദേഹം കാണിച്ച നിരുത്തരവാദിത്വപരമായ ഇടപാട് തന്നെയാണെന്നതിന് സംശയമൊന്നും വേണ്ട. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത് പൈസ ഇടാൻ ആൾക്കാരെ പ്രേരിപ്പിക്കുന്ന ഒരു പരസ്യമാണ്. പൈസ ഇടാൻ ആൾക്കാരെ പ്രേരിപ്പിക്കുമ്പോൾ എല്ലാ ചർച്ചിലും ഉള്ളത് തന്നെയാണ് ഇതൊക്കെ. പൊതുജനം പലവിധം എന്ന് പറഞ്ഞതുപോലെ ആത്മീകത്തിൽ താല്പര്യമുള്ളവരുണ്ടാകും, താല്പര്യമില്ലാത്തവരുണ്ടാകും. ഉപദേശം പറഞ്ഞാൽ അനുസരിക്കുന്നവരുണ്ടാകും, അനുസരിക്കാത്തവരുണ്ടാകും. പിന്നെ സഭയ്ക്കെതിരായിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച് നടക്കുന്ന ആൾക്കാർ ഉണ്ടാകും. അത് ആൾക്കാരുടെ രീതിയാണ്. എനിക്കെതിരെ കേസ് പോലും കൊടുത്തിട്ടുള്ള വിശ്വാസികളുണ്ട്. ഈ നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ സഭകൾ ചാടി വരുന്നവരുണ്ട്. ഇവന്മാരൊന്നും മാനസാന്തരപ്പെട്ടവരല്ല. ഇവന്മാരൊക്കെ ചുമ്മാ ചാടി വരുന്നതാണ്. അതിന് ഓർത്തഡോക്സ് ചാടി പെന്തക്കോസിലേക്ക് വന്നാലും നമുക്ക് അതിനെ മാനസാന്തരപ്പെട്ട് വരുന്നതാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇവരൊക്കെ ഇങ്ങ് വന്ന് ഇവർക്ക് ഇവിടെ വലിയ സ്ഥാനങ്ങൾ കൊടുക്കുന്നു, ഇവരെ അവിടെ ഇരുത്തുന്നു. ഇതെല്ലാം തെറ്റാണ്. ഒറിജിനലായി കർത്താവിനെ കണ്ടു മാനസാന്തരപ്പെട്ടാണ് വരുന്നതെങ്കിൽ അവന്റെ ഓർത്തഡോക്സും അവന്റെ മാർത്തവുമായും അവന്റെ എല്ലാ സാധനവും അവൻ ഉപേക്ഷിച്ചിട്ട് വരും. അവൻ ഇവിടെ വന്ന് വലിയ സ്ഥലം കൊടുക്കേണ്ട കാര്യമില്ല. അവന്റെ ആഭരണം ഉപേക്ഷിക്കാൻ അവന് പ്രയാസം വരില്ല. അവനൊന്നും ഉപേക്ഷിക്കാൻ ബുദ്ധിമുട്ട് വരില്ല. ഇത് വലിയ കുടുംബത്തിൽ നിന്ന് വരുന്നവൻ ഇവിടെ കൊണ്ടുവന്ന് കുശൻ വെച്ച കസേരയും ഇട്ടുകൊടുത്ത് യവനെ ഇരുത്തി യവൻ പറയുന്നത് പോലെ കേട്ട് പോകുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായാൽ പിൽക്കാലത്ത് ഇവൻ അണലി പോലെ കടിക്കുമെന്നതിന് സംശയം വേണ്ട. അതുകൊണ്ട് ഈ സഭ ചാടി വരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കുള്ളൊരു രീതി തന്നെയാണിത്. ഇവർ നിശ്ചയമായും കുറ്റം പറയും. കുറ്റം പറയുക മാത്രമല്ല, ഇവന്മാര് കയ്യിൽ നിന്ന് കാശ് ഇറക്കുകയുമില്ല, ഇറക്കുന്ന ആൾക്കാരെ അനുവദിക്കുകയുമില്ല. ഇതെല്ലാം സഭയ്ക്കകത്തുള്ളത് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ജിനുവിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ചർച്ച നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ അതിനാവശ്യമായ ചെലവുണ്ട്. ആ ചെലവ് ജനമാണ് ചെലവഴിക്കേണ്ടത്, അല്ലാതെ ടിനുവിന്റെ കയ്യിൽ നിന്നെല്ലാം കൊണ്ടുവന്ന് ചെലവഴിക്കേണ്ടത്. അപ്പോൾ അവരുടെ വിശ്വാസികൾ അതിന് ചെലവഴിക്കണം. ചെലവഴിക്കുമ്പോൾ അവർക്കതിന്റെ ഗൈഡൻസ് കൊടുക്കുകയും അവർക്ക് ആത്മീകമായ വളർച്ചയ്ക്കുള്ള എല്ലാ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയുമാണ് വേണ്ടത്. പണം ചെലവഴിക്കാൻ താല്പര്യമുള്ളവർ ചെലവഴിക്കും, ഇല്ലാത്തവർ വേണ്ട. ആ ഒരു മനോഭാവത്തിൽ നമ്മൾ വരണം. എന്റെ ചർച്ചിൽ ഞാൻ പുറകിൽ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഇടാം, ഇല്ലാത്തവർക്ക് ഇടണ്ട. നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു പാട്ട് പാടലില്ല, അതിന് വേണ്ടിയിട്ടൊരു ടൈമില്ല, അതിനു വേണ്ടി ഒരു അനൗൺസ്മെന്റ് ഇല്ല. ചർച്ച നടത്തിക്കൊണ്ടു പോകുന്നതിന് ഇലക്ട്രിസിറ്റിക്ക് മാത്രം ഒരാഴ്ചത്തെ ചെലവ് ഒരു എമൗണ്ട് വരുന്നുണ്ട്. അപ്പൊ അത് ഞാൻ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചെലവഴിക്കേണ്ട താല്പര്യമുള്ളവർ ചെലവഴിക്കണം. അതിൽ പോലും കൈവെക്കാത്ത ആൾക്കാരുണ്ട്. അതുകൊണ്ട് നമുക്ക് അവരൊന്നും പറയാൻ പറ്റില്ല. ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത്, ഈ കൈവെക്കാത്ത ആൾക്കാർ എന്ന് പറയുമ്പോൾ പൈസ ഇല്ലാത്തവരല്ല. പൈസ ഇല്ലാത്ത ആൾക്കാർ പൈസ ചിലവഴിക്കും. പണമുള്ള ആൾക്കാരാണ് പണം കൊടുക്കാതെ വരിക. അപ്പൊ കൊടുക്കാതെ വരുമ്പോൾ സ്വാഭാവികമായും ശുശ്രൂഷകൻ മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു വിഷമം വരിക യാഥാർത്ഥ്യമാണ്. ഇവിടെ ഇപ്പൊ ഇദ്ദേഹത്തിനെ കണ്ടാൽ നമുക്കറിയാം ഇത്ര രൂപ ചിലവ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പരസ്യം അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിന് നേരത്തെ കാതുകളിൽ എത്തിക്കഴിഞ്ഞു. കാശ് കൊടുക്കാൻ കെൽപ്പുള്ള സമ്പന്നർ കാശ് കൊടുക്കാൻ പാടില്ലെന്ന് സംസാരങ്ങൾ ഇവിടെ നടന്നിരിക്കുന്നു. അതിനെ അദ്ദേഹം പ്രസന്റ് ചെയ്തതാണ് പ്രശ്നമായത്. വാസ്തവത്തിൽ
ഈ വരുന്ന ജനം നമ്മുടെ കഴുത്തിൽ കത്തിവെക്കാനുള്ളവൻ വരെ ഉണ്ടായിരിക്കും. യേശുക്രിസ്തുവിന്റെ കൂടെ നടന്ന ജനത്തിൽ ആ 12 പേരിൽ ഒരുത്തൻ യേശുവിനെ തള്ളിപ്പറഞ്ഞവനാണ്. അപ്പോൾ അത്തരത്തിൽ 12-ൽ 1 തള്ളിപ്പറഞ്ഞവനാണെങ്കിൽ നമ്മുടെ കൂടെ അങ്ങനെയുള്ളവൻ ഉണ്ടാകും. അടുത്തൊരുത്തൻ യേശുവിനെ വിറ്റ് കാശ് മേടിച്ചു, അവനാണ് യേശുവിനെ ചുംബിക്കാൻ വന്നത്. അപ്പോൾ ഈ സൈസ് എല്ലാം അതിനകത്തുണ്ട്. ആ യേശുവിനെ വിറ്റവനെ കർത്താവ് വിളിക്കുന്ന സ്നേഹിത എന്നാണ്. അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള കെൽപ്പ് ശുശ്രൂഷകന് വേണം. ഞാൻ പറഞ്ഞ ഗ്രഹിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ ദൈവമാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതെങ്കിൽ അത് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ദൈവം ഒരുക്കി തരും. ദൈവം ഏൽപ്പിക്കാത്തൊരു വലിയ ചർച്ച പണിയാൻ എടുത്തു ചാടിയിട്ട് സാമ്പത്തികം ആൾക്കാർ തരുന്നില്ലെന്ന് പറഞ്ഞ് കരയുന്നതോ മുഷിയുന്നതോ ശരിയല്ല. ദൈവമാണ് ഏൽപ്പിച്ചതെങ്കിൽ അതിനുള്ള സാമ്പത്തികം ദൈവം തരുമെന്ന് വിശ്വസിക്കാനും ദൈവത്തിൽ വിശ്വസിക്കാനും കഴിയണം. ആ കഴിവ് കഴിഞ്ഞു മാറുമ്പോഴാണ് പണി പാളുന്നത്. ആൾക്കാര് എന്തെങ്കിലുമൊക്കെ പറയാം, നമ്മുടെ വിഷയമല്ല. പ്രത്യേകിച്ച് അത് മലയാളിയുടെ ഒരു ട്രെൻഡാണ്. ഇപ്പൊ നമ്മളൊരു വീഡിയോ ഇട്ടാൽ അതിന്റെ താഴെ വന്നിട്ട് ഓരോരുത്തന്മാരെ കമന്റ് ചെയ്യും, ഇത് പൈസയ്ക്ക് വേണ്ടിയാണ്, അവൻ അത് പറഞ്ഞു എന്നും പറഞ്ഞ് നമ്മൾ മുഷിയേണ്ട ഒരു കാര്യമില്ല. ഞാൻ വീഡിയോ ഇടുന്നതിനോ വീഡിയോയിൽ പൈസ വരുന്നതിനോ വേറൊരുത്തൻ വന്ന് ചൊറിയുന്നതിൽ നമുക്ക് എന്താണ് കാര്യം? അവൻ ചൊറിഞ്ഞത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നമുക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ ഞാൻ അതിനു വേണ്ടി എഫർട്ട് എടുക്കുന്നുണ്ട്, ഞാൻ അതിനു വേണ്ടി സമയം ചെലവഴിക്കുന്നുണ്ട്. എനിക്ക് കാശ് വരുന്നുണ്ടെങ്കിൽ എനിക്കും പിള്ളേർക്കും അത് കഴിക്കാനുള്ളത് തന്നെയാണ്. അതൊരുത്തൻ വന്ന് ചൊറിഞ്ഞു എന്ന് പറഞ്ഞ് നമുക്ക് മനപ്രയാസപ്പെടേണ്ട ഒരു കാര്യമില്ല. അവൻ വേണമെങ്കിൽ ചൊറിയട്ടെ, അവൻ എന്തോ ചെയ്യട്ടെ. ഇത് അനുഭവിക്കാൻ നമ്മൾ യോഗ്യരാണ്. പക്ഷേ ഒരാൾ ഇറങ്ങി മെസ്സേജ് ഇട്ടെന്ന് പറഞ്ഞു, ഒരാൾ നമുക്കെതിരായി സംസാരിച്ചു എന്ന് പറഞ്ഞു, അവരെ നമ്മൾ ശപിക്കുന്നത് യോഗ്യമായ ഇടപാടല്ല. അത് വേദപുസ്തക പ്രകാരമുള്ളതല്ല. അത് ശരിക്കും പൈശാചികമായി പോയി. അതിന് ചിനു നിർബന്ധമായും പൊതുജനത്തോട് മാപ്പ് പറയണം. എന്ന് പറഞ്ഞാൽ തെറ്റുപറ്റാത്ത മനുഷ്യരില്ല. തെറ്റുപറ്റിപ്പോയി, എനിക്ക് ഇങ്ങനെ തെറ്റുപറ്റിപ്പോയി എന്ന് പൊതുസദസ്സിനോട് മാപ്പ് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. അപ്പോൾ നിശ്ചയമായും ആ കാര്യത്തിന് പരിഹാരം വരും. പരിഹാരം വരാതെ എവിടെയാണ് പോകുന്നത്? പരിഹാരം വരും. അപ്പോൾ ഇവിടെ നമ്മുടെ ശുശ്രൂഷയ്ക്കെതിരെ നിർബന്ധപൂർവം സംസാരിക്കുന്നവനെ നമ്മൾ തിരിച്ചറിയണം. അവനല്ല ശത്രു, അവന്റെ പുറകിലുള്ള പിശാചാണ്. പിശാചിന് ഇടം കൊടുക്കാതിരിക്കേണ്ടുന്ന ഉത്തരവാദിത്വം നമുക്കുള്ളത് തന്നെയാണ്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതുപോലെ ഇതിനോട് ചേർന്ന് എനിക്ക് പറയാനുള്ളത് PG കൊണ്ടുവന്ന് നടത്തിയ ഒരു പ്രകടനമാണ്. അവരുടെ കയ്യില് നമുക്ക് വേണ്ടി ചർച്ച പണിയുന്ന ഈ മനുഷ്യന് വേണ്ടി നമ്മളെല്ലാവരും നമ്മുടെ ഡിസംബർ മാസത്തെ വരുമാനം മുഴുവൻ, ശമ്പളം മുഴുവൻ അദ്ദേഹത്തെ എത്തിക്കാം. ഞാൻ ഒരു ചലഞ്ച് ചെയ്യുകയാണ്. എത്ര കോടിയാ വേണ്ടിയേ? ഇനി ചർച്ചിന് ഏകദേശം 8 കോടി രൂപ. 8 കോടി രൂപ വലിയ കാര്യമാണ്. നിങ്ങളെല്ലാവരും കൂടെ ഒരു മാസത്തെ പണം അദ്ദേഹത്തെ ഏൽപ്പിക്കാം. എൻ്റെ ഓൺലൈനിൽ കാണുന്നവർ, നിങ്ങൾ ഒരു മാസത്തെ പണം അദ്ദേഹത്തിന് കൊടുക്കാമെങ്കിൽ നിങ്ങൾക്കത് നഷ്ടമാകത്തില്ല. ഞാൻ ചലഞ്ച് ചെയ്യുകയാണ്. I receive it this uncle. I receive it in the name of Jesus. ദൈവം അത് ചെയ്യും. അങ്കിൾ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് ചെയ്യും. ഞാനത് സ്വീകരിച്ച് ഞങ്ങളും ഈ ജനവും. അത് ശരിക്കും ഒരു കൊള്ളയടിയായി പോയി. അതിന്റെ ആവശ്യമില്ല. അതിനകത്ത് PG എങ്കിൽ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനൊന്നും കയറി വിശ്വസിക്കേണ്ട. PG എങ്കിൽ പറയുന്നത് കേൾക്കാനല്ല പരിശുദ്ധാത്മാവ് ഇരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇവിടെയൊക്കെ ചെറിയ ഫൗൾ സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇവകൾ ദൈവസന്നിധിയിൽ ഏറ്റുപറയേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്നാണ് എനിക്ക് ഓർപ്പിക്കാനുള്ളത്. ദൈവം ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഏത് രീതിയിൽ ചെയ്യണം, അത് ചെയ്യാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ദൈവമാണ് ചെയ്തു തരുന്നത് എന്ന വസ്തുത മനസ്സിലാക്കണം. പിന്നെ അപ്പോസ്തലൻ എന്ന പേരുപയോഗമൊക്കെ വേണായിരുന്നോ എന്ന് നോക്കണം. ഇതുപോലൊരു അടൂരുകാരൻ അപ്പോസ്തലനായിട്ടുണ്ട്. ഇപ്പൊ ഒരുപാട് പേര് ഇങ്ങനെ അപ്പോസ്തലന്മാരായിട്ട് അപ്പോസ്തലത്തുള്ളവർ ഇറങ്ങുന്നുണ്ട്. ഇതും പരുവക്കേടാണ്. അതുകൊണ്ട് ചിനുവിനോട് എനിക്ക് ഓർപ്പിക്കാനുള്ളത്, ആരൊക്കെ എതിരെ വന്നാലും എന്തൊക്കെ പറഞ്ഞാലും ഭാരപ്പെടേണ്ടതില്ല. പക്ഷെ ഒരു കാര്യം അറിയണം, നമുക്ക് തെറ്റുപറ്റിയാൽ അത് മാപ്പ് പറയാൻ മടിക്കരുത്. അവിടെ കിടന്ന് ഉരുളാൻ നമ്മൾ ശ്രമിക്കരുത്. ഇതാണ് എനിക്ക് ഗൗരവത്തോടു കൂടി ഓർപ്പിക്കുവാനുള്ളത്. പിന്നെ ടിനു തന്നെ ഈ വീഡിയോയില് ഒരു കാര്യം പറയുന്നുണ്ട്. ചിനുവിനോട് ദൈവം നേരിട്ട് വന്ന് സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ കൂടി ഇറങ്ങിയിട്ടുണ്ട്. അതിലും ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞതില് ചിനുവിന്റെ ശബ്ദത്തിലാണ് ദൈവം സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ അത് പിന്നെ ഒരു പാളിച്ച പറ്റിയതാണ്. അപ്പൊ ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്
എന്നെ ചിന്തിപ്പിച്ചു. അതിനകത്തൊരു കാര്യം വാസ്തവമാണ്. എന്റെ മുറി വന്ന ലിസൺ, ഇത് കേട്ട് കഴിയുമ്പോൾ കൈയടി വരത്തില്ല, അതുകൊണ്ട് ഇപ്പൊ അടിച്ചോ. ചർച്ചിന്റെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് കർത്താവ് പറയുന്നു. ചർച്ചിന്റെ കുറ്റം എന്തുണ്ട്, സഭയുടെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് ദൈവം പറയുന്നു, നിന്റെ വീട്ടിൽ നിന്നും നിന്റെ തലമുറയിൽ നിന്നും തിന്മ മാറുകയില്ല. ചർച്ചിന് കാശ് കൊടുക്കരുത്. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. കർത്താവ് എന്നോട് സംസാരിച്ചതാണ്, എന്റെ മുറിയിൽ വന്ന്. മറ്റാരോട് സംസാരിച്ചല്ല, അദ്ദേഹത്തോട് മുറിയിൽ വന്ന് സംസാരിച്ചതാണ്. അപ്പൊ അദ്ദേഹത്തോടുള്ള സംസാരമാണ്. കേൾക്കണം. എന്റെ മുറി വന്ന ലിസൺ, ഇത് കേട്ട് കഴിയുമ്പോൾ കൈയടി വരത്തില്ല, അതുകൊണ്ട് ഇപ്പൊ അടിച്ചോ. ചർച്ചിന്റെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് കർത്താവ് പറയുന്നു. ചർച്ചിന്റെ കുറ്റം എന്തുണ്ട്, സഭയുടെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് ദൈവം പറയുന്നു. അപ്പൊ കർത്താവ് വന്ന് വളരെ സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ചർച്ചിന്റെ തിന്മ എന്തെന്ന് നോക്കി നടക്കുന്ന നിന്നോട് കർത്താവ് പറയുകയാണ്, നിന്റെ കുടുംബത്തിൽ നിന്ന്, നിന്റെ പിള്ളേരിൽ നിന്ന് ശാപം മാറുകയില്ല. ഇത് ടിനുവിനോട് ദൈവം പറഞ്ഞതാണ്. അത് സഭയിൽ മറ്റുള്ളവർക്ക് അത് ബാധകമേ അല്ല. അപ്പൊ ദൈവത്തിന്റെ സഭയാണതെങ്കിൽ ആ സഭയിലെ ജനത്തിന്റെ തിന്മ കണ്ടുപിടിക്കാനാണ് ഉപദേശി നടക്കുന്നതെങ്കിൽ അപ്പോസ്തലനോട് ദൈവം പറയുകയാണ്, തിന്മ വീട്ടിൽ നിന്ന് മാറത്തില്ലെന്ന്. അപ്പൊ കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. പൈസ കൊടുക്കാത്തവർക്കെതിരെ ശാപവചനങ്ങൾ ഉന്നയിക്കുവാനോ PG അങ്കിൾ അടക്കമുള്ളവരെ കൊണ്ടുവന്ന് മാർക്കറ്റിംഗ് നടത്തുവാനോ സമ്പത്തിന്റെ സ്രോതസ്സിനെ വർദ്ധിപ്പിക്കുവാനോ ഒക്കെ ശ്രമിക്കുമ്പോൾ ദൈവം നേരിട്ട് ടിനുവിന്റെ മുറിക്കകത്ത് വന്ന് സംസാരിക്കുകയാണ്, ഇത് നല്ല ഇടപാടല്ല. അങ്ങനെയാണ് എങ്കിൽ ടിനുവിനോട് ഓർപ്പിക്കാനുള്ളത്, ഇത് മാനസാന്തരത്തിന്റെ സമയമാണ്. ഒരു ഉരുളനിലും നിൽക്കണ്ട, തെറ്റുപറ്റി എന്ന് പൊതുസദസ്സിനോട് ഏറ്റുപറഞ്ഞാൽ മതി. മുഴുവൻ ജനവും താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. താങ്കൾക്കൊരു മടങ്ങിവരവുണ്ടാകും. അഭ്യാസങ്ങൾ മുഴുവൻ നിർത്തി ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പിന്നെയും ശക്തിയോടെ മുൻപിലേക്ക് പോകുന്നത് താങ്കളുടെ ശുശ്രൂഷയ്ക്ക് മഹത്വമേ ഉണ്ടാക്കൂ, ഒരു കുറവും ഉണ്ടാക്കില്ല. ഒന്നുകൂടി ഓർപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം. താങ്കൾ അതിനകത്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞാൽ ക്യാൻസർ മാറുമെങ്കിൽ, ഞാൻ പറഞ്ഞാൽ സാമ്പത്തിക നന്മ ഉണ്ടാകുമെങ്കിൽ, ഞാൻ പറഞ്ഞാൽ റിവേഴ്സ് അടിക്കും, ശാപം ഉണ്ടാവും. പ്ലീസ്, ഇങ്ങനൊരു ധാരണയും ഉണ്ടാകരുത്. താങ്കൾ പറഞ്ഞിട്ടല്ല ക്യാൻസർ മാറുന്നത്, താങ്കൾ പറഞ്ഞിട്ടല്ല നന്മകൾ ഉണ്ടാകുന്നത്, താങ്കൾ പറഞ്ഞിട്ടല്ല രോഗികൾ സൗഖ്യമാക്കുന്നത്, താങ്കൾ പറഞ്ഞിട്ടല്ല പാപികൾ മോചിക്കപ്പെടുന്നത്. താങ്കളുടെ വായിലൂടെ പരിശുദ്ധാത്മാവ് പറയുന്ന വചനത്തിന്റെ ശക്തിയാണ്. എന്നെയും താങ്കളെയും ഒക്കെ ദൈവത്തിന്റെ കൃപയാൽ വിളിച്ചു വേർതിരിച്ച് സംസാരിക്കാൻ നിർത്തിയെന്നല്ലാതെ നമ്മുടെ ആരുടെയും ഒരു മികവുമല്ല ഇതിന്റെ പുറകിലെ ഘടകം എന്ന് നമ്മൾ തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മൾ നരകത്തിന് യോഗ്യരായി തീരും. ഇനി ഇതുപോലെ തിരുവനന്തപുരത്തൊരു ചർച്ച ഉണ്ട്. തിരുവനന്തപുരത്തിലൊരു ചർച്ചില് അത്ഭുതങ്ങളുടെ ഘോഷയാത്ര എന്നാണ് കേൾക്കുന്നത്. ചുറ്റുപാടുമുള്ള ഏറെക്കുറെ എല്ലാ സ്ഥലങ്ങളും അവർ മേടിച്ചു കഴിഞ്ഞു എന്നാണ് കേൾക്കുന്നത്. അപ്പനും മക്കളുമൊക്കെ ചേർന്ന് ശാലോം എന്ന പേരിട്ടാണ് ആ കൂട്ടായ്മ നടത്തുന്നത്. അപ്പൊ അതിന്റെ മൂപ്പരുടെ പേരിന്റെ കൂടെ ഡോ ഒക്കെ അവർ വെച്ചിട്ടുണ്ട്. 10ാം ക്ലാസ് ജയിച്ചോന്ന് എനിക്കറിയില്ല, ഏതായാലും മൂപ്പർ ഡോ വെച്ചിട്ടുണ്ട്. മൂപ്പരുടെ അടുക്ക് ചെല്ലുന്ന ആൾക്കാർക്ക് പുള്ളി ഡോക്ടർ എന്ന നിലയിലായിരിക്കാം പുള്ളി മരുന്ന് എഴുതി കൊടുക്കും. മരുന്ന് എഴുതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് തന്നെ മെഡിക്കൽ സ്റ്റോർ ഉണ്ട്. അത് വളരെ രസകരമായ സംഭവമാണ്. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് വരുന്ന ആൾക്കാരുടെ രോഗം മാറാൻ, ദുരിതം മാറാൻ, പ്രയാസം മാറാൻ, ശാപം മാറാൻ, വസ്തു വിൽക്കുന്നെങ്കിൽ വിൽക്കുന്നില്ലെങ്കിൽ വിൽക്കാൻ, എല്ലാത്തിനോട് സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ ജനം ചെന്നാൽ അവർക്ക് അതിന്റെ അപ്പോയിന്റ്മെന്റ് എടുത്ത് കാത്തിരുന്നാൽ അവിടുത്തെ ഡോക്ടറെ കാണാൻ പറ്റും. ഡോ ഷാഷ എന്നാണ് അദ്ദേഹത്തിന്റെ പേരിന്റെ ചുരുക്കെഴുത്ത്. അപ്പോൾ അദ്ദേഹത്തിന്റെ അടുക്കൽ വരുന്നവർക്ക് മരുന്ന് കുറിച്ച് കൊടുക്കും. എന്താണ് മരുന്നെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ മെഡിക്കൽ സ്റ്റോറിൽ തന്നെ ഉണ്ട്. ശാപമൊക്കെ മാറാനാണെങ്കിൽ അദ്ദേഹം തന്നെ തോളിൽ വിരിച്ചിട്ട് കൊടുക്കുന്നതായിരിക്കാം ഷോളുണ്ട്, പ്രയർ ഷോൾ എന്നോ അങ്ങനെ എങ്ങോട്ടാണ് അതിന് പറയുക. അതൊരു 2-3 ആഴ്ചയെ അതിന്റെ ശക്തി നിൽക്കത്തുള്ളൂ. അതോ 200-250 രൂപ അതിന് വിലയുണ്ട്. അത് മേടിച്ച് മൂടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രയാസം മാറും. ഇനി വയറിൽ നിന്ന് പോകാത്തതാണെങ്കിൽ ഒലിവെണ്ണയുണ്ട്, അതും 200 രൂപയാണെന്നാണ് കേൾക്കുന്നത്. ഇനി നിങ്ങൾക്ക്
മറ്റെന്തെങ്കിലും പ്രശ്നമാണ്, വീടിന് ചുറ്റും തളിക്കാനോ മറ്റതിനോ ഒക്കെ ആണെങ്കിൽ പ്രാർത്ഥിച്ച വെള്ളമുണ്ട്, അതും 200 രൂപ എങ്ങാണ്ടുമാണ്. ഇനി പ്രാർത്ഥിച്ച തേനുണ്ട്, പിന്നെ പ്രാർത്ഥിച്ച കർച്ചീഫുണ്ട്, പ്രാർത്ഥിച്ച കീ ചെയിൻ ഉണ്ട്, വസ്തുക്കളിൽ വിതറാൻ പ്രാർത്ഥിച്ച ഉപ്പുണ്ട്. ഇങ്ങനെ പ്രാർത്ഥിച്ച എല്ലാ പലവ്യഞ്ജനവും അവിടെ ലഭിക്കും. അപ്പോൾ ഇയാളടുത്ത് പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ ഇയാൾ തുണ്ടെഴുതി കൊടുക്കും, ഇന്നിന്ന സാധനങ്ങൾ ഇത്ര നേരം കഴിക്കണം. ഇത് വാങ്ങിച്ചുകൊണ്ട് ചെന്ന് തിന്നുന്ന മഠയന്മാരായ വിശ്വാസികൾ നമ്മുടെ മലയാളികളായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ബിസിനസ്സാണ്. ഇയാൾ കോഴിക്കച്ചവടക്കാരനായിരുന്നാണ്, ഈ ഡോഷാഷ കോഴിക്കച്ചവടക്കാരനായിരുന്നാണ്. അതിൽ നിന്നും മാറി അയാൾ ഇതിലോട്ട് വന്ന് നല്ല ബിസിനസ്സാണിത്. ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ച് ജീവിക്കുകയാണ്. അദ്ദേഹത്തിന്റെ തന്നെ സഭാ ഹാളിനകത്ത് ഒരാൾ കയറി തൂങ്ങി മരിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കേൾക്കുന്നത്. മറ്റൊരാള് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു, പിന്നീട് വീട്ടിലെങ്ങണ്ടോ അയാൾ ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കുന്നുണ്ട്. ഇതൊക്കെ സംഭവിക്കും, പൊതുജനം വരുന്നിടത്ത് ഇതെല്ലാം സംഭവിക്കും. പക്ഷേ ഈ കച്ചവടമാണ് നമ്മളെ ചിന്തിപ്പിക്കുന്നത്. കച്ചവടം എന്നതിനേക്കാൾ കച്ചക്കവടം, ജനത്തെ കളിപ്പിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇദ്ദേഹം ഒരാളോട് പറഞ്ഞതായിട്ട് അറിഞ്ഞു, ജോബി കാൽവിൻ അവിടെ ചെന്നിരുന്നു അയാളിൽ നിന്ന് പഠിക്കാൻ. ഞാൻ അയാളിൽ നിന്ന് പഠിക്കാൻ എങ്ങും പോയിട്ടില്ല. വളരെ വർഷങ്ങൾക്ക് മുമ്പ് എന്നെ അദ്ദേഹം 2 ദിവസം അവിടെ ശുശ്രൂഷയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ ചെല്ലുമ്പോൾ അയാള് ഒരു ഹോളോ ബ്രിക്സ് കെട്ടിയ ഒരു മുറിയിൽ ഒരു 3 കാലുള്ളൊരു കട്ടിലിൽ 1 കാലിൽ 2 ഹോളോ ബ്രിക്സ് വെച്ചിട്ട് അതിൽ ചാരി ഇരിപ്പുണ്ട്. അന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയൊക്കെ പിണങ്ങിപ്പോയിരിക്കുന്ന ഒരു കാലം. അന്ന് ഞാൻ അവിടെ ചെന്ന് അദ്ദേഹത്തെ കുറെ ഉപദേശിക്കുകയൊക്കെ ചെയ്തു. പിന്നീട് അവിടെ എന്നെ ക്ലാസ് എടുക്കാനാണ് വിളിച്ചത്. ഞാൻ ക്ലാസ് എടുത്തിട്ട് തിരിച്ചു പോന്നു. പിന്നെ എന്നെ ഒരിക്കൽ കൂടെ വിളിച്ചു. അന്ന് അദ്ദേഹം കുറച്ചുകൂടി ഡെവലപ്പ് ആയിട്ടുള്ള ഒരു കാലം, പിശാച് ബാധിച്ചവരെയൊക്കെ പിടിച്ച് ചുറ്റുപാട് റബ്ബറിലൊക്കെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു കാലം. പിന്നീട് അദ്ദേഹം കുറേശ്ശെ കാശുണ്ടാക്കി കുറേശ്ശെ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളൊക്കെ മേടിച്ചു. ഇപ്പോ മ്യൂസിക് സിസ്റ്റം ഉണ്ട്, കൺവെൻഷനൊക്കെ കൊണ്ടുപോകാനുള്ള ജനറേറ്ററുകൾ, മറ്റ് സൗണ്ട് സിസ്റ്റം, സ്റ്റേജ്, ഇങ്ങനെ പല സാധനങ്ങളുണ്ട്. കച്ചവടത്തിൻ്റെതായ മാർജിൻ ഫ്രീ, പ്രാർത്ഥിച്ച സാധനങ്ങളുടെ മാർജിൻ ഫ്രീ മാർക്കറ്റ് ഉണ്ട്. ഇങ്ങനെ വളരെ ഉഷാറായി കാര്യങ്ങൾ നടന്നു പോവുകയാണ്. ഈ കാണിച്ചു കൂട്ടുന്നതെല്ലാം കർത്താവിന്റെ പേരിലാണ്. ഇതിനകത്തൊക്കെ എന്തെങ്കിലും ഒരു പാളിച്ച വന്നു കഴിഞ്ഞാൽ പൊതുവിൽ അറിയപ്പെടുന്നത് ഇതെല്ലാം പെന്തക്കോസ്തുകാരാണ് അല്ലെങ്കിൽ ക്രിസ്ത്യാനികളാണെന്ന നിലയിലാണ്. ഇതൊന്നും ക്രിസ്ത്യാനിയൊന്നും അല്ല. ഇതൊക്കെ ഏതാണ്ട് കച്ചവട പരിപാടികളാണ്. ഏതൊക്കെ പിശാചിനെ സേവിച്ച് പോകുന്ന പരിപാടികളാണ് ഇതൊക്കെ. ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം, വിശുദ്ധ വേദപുസ്തകവുമായി നമ്മുടെ ജീവിതത്തെ മാറ്റുരച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശപ്രകാരം ജീവിച്ച് നിത്യതയ്ക്കൊരുങ്ങുകയാണ് വേണ്ടത്. അപകടങ്ങളിൽപ്പെട്ട് നമ്മുടെ ജീവിതങ്ങൾ പിഴയ്ക്കാതിരിക്കുക. ഓരോ കാലഘട്ടങ്ങളിൽ കർത്താവ് ഓരോരുത്തരെ വിളിച്ചിറക്കുന്നു എന്ന കാര്യം സത്യമാണ്. പക്ഷേ ഇറങ്ങുന്നവർ കൃപയിൽ നിൽക്കുന്നവരാണോ എന്നും എപ്പോഴെങ്കിലും അവർ കൃപയിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടോ എന്നും അവരെ ശരിക്ക് പരിശോധിച്ച് ഉറപ്പുവരുത്തി അവരുടെ കൂടെ നിൽക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അല്ലെങ്കിൽ നമുക്കറിയാം, ജോൺ ലോറൻസ് ഇന്നെവിടെ നിൽക്കുന്നു എന്ന്. നന്നായി നിന്നിരുന്നയാളാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പുറകെ പോയാൽ നമ്മൾ വഴിപിഴയ്ക്കും. സജിത്ത് കണ്ണൂരിനെ നമുക്കറിയാം, ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്നുള്ള കാര്യം. ഇതുപോലെ ഒരുപാട് പേർ കൃപയിൽ നിന്ന് അന്യപ്പെട്ടു പോയിട്ടുണ്ട്. ഇവരെല്ലാം ആദ്യം നിന്നത് കൃപയിൽ തന്നെയാണെങ്കിലും പിൽക്കാലത്ത് കൃപ എന്ന് പറഞ്ഞ് കൃപയിൽ നിന്ന് ഒരുപാട് അന്യപ്പെട്ടു പോയതായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തിരുവെഴുത്തുകളെ ശരിക്ക് വെച്ച് പഠിച്ച് നിശ്ചയം പ്രാപിച്ച് നിത്യതയ്ക്കൊരുങ്ങാൻ നമ്മൾ വളരെയധികം ശ്രമിക്കണം. അപകടങ്ങളിൽ പെട്ടുപോകാതിരിക്കാൻ വളരെ കരുതലുള്ളവരായിരിക്കണം. ബൈബിൾ എപ്പോഴും പറയുന്നു, ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുകയും. അതുകൊണ്ട് ഡോഷാഷ മടങ്ങി വരുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ടിനു ജോർജ് ദൈവരാജ്യത്തിൽ നിന്ന് അകന്നവനല്ല. അദ്ദേഹത്തിന് തെറ്റുപറ്റിയെങ്കിൽ ആ തെറ്റ് തിരുത്തി പൊതുജനത്തോട് കാര്യം ഏറ്റുപറഞ്ഞ് മുൻപിലേക്ക് പോവുക. ദൈവം താങ്കളെയും താങ്കളുടെ ശുശ്രൂഷകളെയും മാനിക്കും. മേ ഗോഡ് ബ്ലെസ് എവരിബഡി.